എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അമ്മ രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു, ഞാൻ പോയില്ല. അപ്പോൾ ഞാൻ അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണം. രാജകുമാരി വരെ പോകണം, രാജക്കാട് പോകണം, കഴിഞ്ഞ് രാജകുമാരി പോകണം. നമ്മുടെ ആദ്യമുണ്ട്, ആദ്യം മാത്രമല്ല നമ്മുടെ അപ്പോൾ ഞാൻ ലിതിമോള് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ലിതിമോള് വരുമ്പോൾ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനും അമ്മയും എല്ലാവരും ഒക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇതേ പച്ചയും പച്ചക്കറി ഇത് രണ്ട് കളറല്ല, ചെറുതായിട്ട് വ്യത്യാസമുള്ളൂ, എന്നാലും ഗ്രീൻ ഗ്രീൻ. അതെ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വേഗം പോയിട്ട് വരാം അല്ലേ? ഓക്കെ. ലിതിയമ്മ അവിടെ നിൽപ്പുണ്ട്. ആദ്യം കടയിലേക്ക് ഓടി, കടയിലേ നിൽക്കുന്നത്. എടാ അവിടെയൊക്കെ കയറില്ലേടാ അതി. ആ പച്ച ബാഗ്, പച്ചക്കമ്മല്, പച്ച ഉടുപ്പ്, മുഴുവൻ പച്ചയാട്ടാ. ഞാന് മീറ്റ് മസാല, മീറ്റ് മസാലയില്ലേ ഈസ്റ്റേൻ്റെ. അപ്പോൾ ഞങ്ങളിതേ സിറ്റിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെന്ന ഉടനെ തന്നെ സെൻറ്റ് ജോസഫ് ബസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ബസ്സിൻ്റെ അകത്ത് കയറി നേരെ ഇനി നമ്മൾ രാജക്കാട് ചെന്നിറങ്ങാനാണ് പ്ലാന്. രാജകുമാരി അത് കഴിഞ്ഞിട്ടാട്ടോ വരുന്നത്. അപ്പോൾ എന്തായാലും വേഗം പോവാം. രാജകുമാരി സിറ്റിയിലെത്തിയിട്ടുണ്ട് കേട്ടോ. രാജകുമാരി സിറ്റിയിൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. അത് മലയാളികളല്ല, നിങ്ങൾക്കറിയാലോ, ഞാൻ പഴയ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കൂടുതലും ബംഗാളികളാണ്. ഇവിടെ മലയാളികളെയും ബംഗാളികളെയും തിരിച്ചറിയാത്ത രീതിയിലുള്ള തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളത് രാജക്കാട് വന്ന് ഇറങ്ങിയതേ ഒരു ചായ കുടിക്കാൻ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു ചേച്ചി ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി കയറാൻ നോക്കിയപ്പോഴത്തേ ഇതേ അവിടെ അടച്ചിട്ടേക്കുന്ന സമയം ഏകദേശം 1 മണി ആയതുകൊണ്ട് തന്നെ അവർ ചോറുണ്ണാൻ പോയതായിരിക്കണം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ എന്തായാലും അവിടുന്ന് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് പോകുന്നേ നമ്മളിതേ നമ്മുടെ രാജക്കാട് മഹാദേവ ക്ഷേത്രം രാജക്കാട് 11 മുതൽ 16 വരെ ഉത്സവം കേട്ടോ. അപ്പം ജസ്റ്റ് നമുക്ക് കയറിപ്പോയി നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നുള്ളത്. എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കത്തില്ല, കാണുമായിരിക്കാം, കാണും. അമ്പലത്തിൽ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. അതെ, കാണുമായിരിക്കും, വണ്ടി വരുന്നു. അതെ ഞങ്ങൾ ശരിയാ. അയ്യോ, ഇത് എൻ്റെ തലയൊന്ന് ഇടിച്ചതാട്ടോ, ഉയർത്തിരിക്കുക. അപ്പോൾ കടകളൊക്കെ ഉണ്ടാകുമായിരിക്കും. ഒന്നും വാങ്ങാനൊന്നുമില്ല, അന്നേരം ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ഓ കരയോഗം ആളാടി വനിതാ സമാജത്തിൻ്റെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. പിള്ളേരവിടെ ഒരുങ്ങുന്നൊക്കെ ഉണ്ട്. 100% വിജയം. അവിടെ SNVയിൽ 31 A+ഉം 9 A+. അതെ, കൺഗ്രാറ്റ്സ് കുട്ടികളെ. ഇത് ഭയങ്കര വീടിൻ്റെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഉച്ച സമയമായതുകൊണ്ട് വലിയ പരിപാടികളൊന്നും കാണുന്നില്ല. പക്ഷെ കടകൾ കെട്ടി തുടങ്ങുന്നുള്ളടി, അടിപൊളി പരിപാടിയായിരിക്കും കേട്ടോ. ഒരു ദിവസം വൈകുന്നേരം വരാവേ. ഇതേ അമ്പലമാട്ടോ, അടിപൊളി പരിപാടികളൊക്കെ നടപ്പുണ്ട്. അയ്യോ, നമ്മുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ടാട്ടോ. അപ്പോൾ ഇന്നാളെ നമ്മൾ വന്നതല്ലേ, അപ്പോൾ ഇവിടെ അടിപൊളി പരിപാടി. അയ്യോ, അല്ല നമുക്ക് വരാം ഒരു ദിവസം. 16-ാം തീയതി വരെ ഉണ്ട്. ആണോ? അപ്പോൾ വരാം. പിന്നെ എന്തൊക്കെയോ പരിപാടിയുള്ള എന്താണെന്ന് വെച്ചിട്ട്. അതെ, അടിപൊളി കേട്ടോ. ഇത് നമ്മുടെ കനകക്കുന്ന കേട്ടോ. നമ്മൾ ഇന്നാൾ പോയില്ല അവിടെ. അപ്പോൾ ലിൻ്റെയുടെ കാര്യമൊന്നും അറിയില്ലല്ലോ അവിടെ. ലിൻ്റെ വന്ന് കാണാം, 10-ാം തീയതി വരുമെന്ന് പറഞ്ഞ ചേച്ചിയായിരുന്നേ. ഒന്ന് കാണണം. നമ്മുടെ അമ്പലവും അമ്പലപ്പറമ്പുകളും ഗ്രൗണ്ടൊക്കെ അതെ ഉത്സവത്തിന് വേണ്ടി ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. 11 to 16 വരെയാണ് ഇവിടെ ഉത്സവം കേട്ടോ. അപ്പോൾ അരിയിലൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോരെ, ഉത്സവമൊക്കെ കൂടിയിട്ട് പോകാം. അടിപൊളി ഉത്സവം കേട്ടോ. ഗ്രൗണ്ടിൽ നിന്ന് താഴത്തേക്കുള്ള വഴിക്ക് പോകാം കേട്ടോ. ഇതാണ് നമ്മളെ ചിക്കനും അതുപോലെ ബീഫൊക്കെ മേടിക്കുന്ന കട.
അപ്പം അവിടെ നിന്ന് അത് തന്നെ സിറ്റിയിൽ നട്ടപ്രാന്താണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഭയങ്കര വെയിലത്ത്. ഭയങ്കര വെയിലെന്ന് വെച്ചാൽ ഭയങ്കര വെയിലാട്ടോ. ഒരു മനുഷ്യനില്ല, പക്ഷെ ഞങ്ങൾ മാത്രമുണ്ട് കുടയും ചൂടി. ഇങ്ങനെയുള്ള കാര്യമല്ല. കപ്സി ചേർന്നില്ല. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വന്നേക്കാം കേട്ടോ. അപ്പോൾ എവിടെ പോയാലും ചായ കുടി നമുക്ക് മസ്റ്റാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണം. ചൂട് ഭയങ്കര അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ രാജക്കടലൊരു കട. എൻ്റെ പേരൊന്നും അറിയില്ല കേട്ടോ. പേര് വയസ്സായിരുന്നു. ഞങ്ങൾ ഫിനാൻസിൽ വന്ന് നിൽക്കുക കേട്ടോ. ഒന്ന് ഫിനാൻസിൽ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. ഞങ്ങളുടെ ഗോൾഡ് മുഴുവനും പണയത്തില്ല. അപ്പോൾ എത്ര രൂപയാണെന്നൊക്കെ കറക്റ്റ് അന്വേഷിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച്. അത് ഞങ്ങൾ കുറേ ആയി പൈസയൊന്നും അടയ്ക്കാണ്ട്. അത് തന്നെ, ഗോൾഡ് മിക്കവാറും തീരാവാറായിട്ടുണ്ടാവും. നല്ല വിലയാണ്. 2 ലക്ഷം രൂപയുടെ ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ ഗോൾഡ്. അപ്പോൾ എന്തായാലും അതെ, എന്തായാലും കുറച്ച് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പം ഞാൻ ഒപ്പിച്ച് അടയ്ക്കാനൊക്കെ വിചാരിച്ചിരിക്കുക കേട്ടോ. അപ്പം അതൊന്നും ചേട്ടൻ്റെ പ്രദേശത്തൊക്കെ ഈ ദിവസങ്ങളിൽ ബാങ്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ ഞായറാഴ്ച ഓപ്പണാണ്. അത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് സാധാ ഫിനാൻസാണ്. ഇല്ലേ, ഫിനാൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഫിനാൻസ് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ അവിടെയൊന്നും ഞായറാഴ്ച സൺഡേ ഒക്കെ അവധിയായിരുന്നു. കാരണം നമ്മളിവിടെ അറിയുന്ന ചേട്ടനെ അതിൻ്റെ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളിങ്ങനെ വെച്ച് ഇപ്പോൾ ഒന്നും ഇല്ലാണ്ടായി. വലിയൊരു തുകയായി. അതെ, നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇട്ടുകൊണ്ട് നടക്കില്ല. നമുക്ക് ആവശ്യങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടിയിട്ട് ഒരു അസറ്റ് മാത്രമാണ് കേട്ടോ സ്വർണ്ണം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഉള്ളവനെ ഇട്ടുകൊണ്ട് നടക്കും, ഇല്ലാത്തവരിങ്ങനെ വാങ്ങിക്കൊണ്ട് വെച്ച് എടുക്കും. പിന്നെ അടുത്ത കാര്യം വരും വെക്കും. അപ്പം എന്തായാലും തീരായി പോകാറായിട്ടുണ്ട്. എൻ്റെ ഒരു മാലയുടെ ഒന്ന് കാര്യമൊക്കെ ഒന്ന് ചോദിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പറയാതെ. അതെ, നല്ല തിരക്കാണ് കേട്ടോ. കിടക്കുന്ന ഷെയ്ഡ് റൂമില്ല. അപ്പോൾ ഞങ്ങൾ വന്നിട്ട് സാരി എടുക്കാനായിട്ട് വന്നു. അപ്പോൾ ഇന്ന് മാതൃദിനമായതുകൊണ്ട് നമ്മുടെ ഏലിക്കുട്ടിയമ്മയ്ക്ക് ഒരു സ്പെഷ്യൽ സർപ്രൈസ് ഉണ്ട് കേട്ടോ. അതെ, സ്പെഷ്യൽ സർപ്രൈസ്. അതെന്ത് സർപ്രൈസാണ്? സർപ്രൈസ്. ഇതെന്താണ് സർപ്രൈസ്? അതൊക്കെ നമ്മുടെ ഹിന്ദി ബാലാഹയുടെ സ്പെഷ്യൽ മൂവ്മെന്റ് ആണ്. അത് പറയാതിരിക്കാൻ പറ്റൂല. അപ്പോൾ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ മലയാളികൾക്കും കൂടുതൽ ഹിന്ദിക്കാരാണ് വണ്ടിക്കകത്ത് മൊത്തം. ഒന്നും പറയണ്ട, നമ്മൾ പറയുന്നത് കേൾക്കാൻ പറ്റുന്നറിയില്ല. അപ്പം നമ്മൾ ഇന്ന് മാതൃദിനം ആയതുകൊണ്ട് അമ്മയ്ക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ. അതെ, അപ്പോൾ അത് ഒരെണ്ണം മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളെ ഇത്രേ ആക്കി ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ എഡ്യൂക്കേഷൻ തന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കി നമ്മുടെ ഭക്ഷണം തന്നു. അതെ, ഈ ഒരു ദിവസത്തേക്ക് ഓർക്കേണ്ടതല്ല എങ്കിൽ പോലും ഒരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞങ്ങൾ ചെറിയൊരു ഗിഫ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴി നിർത്താമെന്ന് വിചാരിച്ച് പോന്നു. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് രാജകുമാരി വരെ പോകേണ്ട കാര്യമുണ്ട്. രാജകുമാരി പോയിട്ട് നേരെ വീട്ടിലേക്ക് പോകാം അല്ലേ? ഓക്കെ പോയിട്ട് സാധനങ്ങൾ എവിടെ നിന്ന് മേടിക്കണം? മാവേലി സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ സ്റ്റോറിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. മേടിച്ചിട്ട് ഞങ്ങൾ നേരെ എങ്ങോട്ട് പോകും? വീട്ടിലോട്ട് പോകും. പോകാനുള്ള ഒരു പൂപ്പാറ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ രാജകുമാരി ഇറങ്ങേണ്ടതുള്ളത് കൊണ്ട് നമ്മൾ നേരെ ക്രിസ്തുരാജിന് പോകും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫിനാൻസ് കയറിയപ്പോഴാണ് വലിയൊരു കാര്യം ഓർക്കുന്നത്. അത് നമ്മൾ വീട്ടിൽ ചെന്നിട്ട് പറയാം. അപ്പോൾ അത്ര രൂപയുണ്ടെന്നുള്ള കാര്യമേ എന്തെന്ന് തീരാകാറ എന്നുള്ള കാര്യം. അവിടെ ഒരു മാലയൊക്കെ ഇരിക്കും. മാല മാത്രമല്ല തീരായി പോകത്തില്ല, അതിനകത്ത് ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, ഇന്നോട് നമ്മൾ ബസ്സിലും കയറിയിട്ടുണ്ട്. അങ്ങനെ നേരെ
ഞങ്ങൾ രാജകുമാരി വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ ഇതിമോൾ. രാജകുമാരി വന്നിറങ്ങി. ഇവിടെ പോണൊരു പോവേ. ഇനി നമ്മൾ മേളിൽ നീതി സ്റ്റോറിലേക്ക് പോകട്ടോ. മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ എന്നൊക്കെ പറയാം. അതെ, നമ്മൾ വന്ന ബസ് ഇതേ പോകും. ചേച്ചാ എവിടെ ഇടി നീതി സ്റ്റോർ, എവിടെ ഇടിന്ന് ചോദിച്ച ഒരാൾ നടക്കുന്ന കേട്ടോ. നമ്മൾ എത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നേരത്തെ ഒന്നും ഓർമ്മയില്ല. സത്യം പറഞ്ഞാൽ മേളിലിറങ്ങിയാൽ മതിയായിരുന്നു, കാരണം അവിടെയാണ് അടുത്ത്. പക്ഷെ നമ്മൾ ഇറങ്ങി താഴെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. 100 വെച്ചാൽ മതി. അടി വേണം 100ൻ്റെ അടുത്തോ, അത്രേ ഉള്ളൂ. വേണ്ട 100ൻ്റെ ഉണ്ടാവും. സബ്സിഡി ആയിരിക്കും കൂടി, കടുവില്ലേ? ഉഴുന്നോടെ എടുക്കാം. ചെറുപറയില്ല, ഇതാണോന്ന് അറിയില്ലല്ലോ. ഓഫറിൻ്റെ വിളിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചോ. അലക്ക് സോപ്പും കുളിസോപ്പും എടുത്തു. 71 രൂപ. രണ്ട് ഒരു സിംഗിൾ എടുത്താൽ മതി. അലക്ക് സോപ്പ് ഉജാലയുടെ 2-3 നിങ്ങൾ എടുത്തോടാ. ഇനി പിടി ഞാൻ എടുക്കാം. അത് ഇതിൻ്റെ ബാക്കിൻ്റെ അകത്ത് ഇട. ഇതതിൻ്റെ അകത്ത് ബാധിക്കും കൊണ്ടോ. അതെ, സാധനങ്ങൾ മേടിച്ച് ഞങ്ങൾ ഇറങ്ങാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി. ഇനി നമുക്ക് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ദാഹം കേട്ടോ. പറഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ വന്നിട്ട്. നമ്മൾ വന്നിട്ട് ഏകദേശം ഏതാണ്ട് 1 മണിക്ക് ഇറങ്ങി. നമ്മളിപ്പം 5 മണി ആയല്ലോ. അപ്പോൾ നല്ല വിശപ്പുമുണ്ട്, നല്ല ദാഹമുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ചായയോ അല്ലെങ്കിൽ ഒരു ലയമോ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഇവിടെ ഇരി. അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ മേടിച്ചത് വീട്ടിലേക്ക് പോകാട്ടോ. ആരാത്? എവിടെ? ഹായ്. രണ്ടുപേരിൻ്റെ എന്താ ഇവിടെ പരിപാടി? നേരത്തെ ഇട്ട് കഴിക്കുന്നു. അയ്യോ എന്തെടുക്കോ? കപ്പ പുഴുങ്ങിയത്. അപ്പൊ അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഹാപ്പി മദേഴ്സ് ഡേ. താങ്ക് യു. നോക്ക്, നോക്കാം. കൊള്ളാം. ഇതിന്റെ ബ്ലൗസ് ആണോ? അടിപൊളി. അല്ല, അതിന്റെ ലൈനിങ് ബ്ലൗസിന്റെ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? അപ്പൊ എന്തായാലും ഇതൊന്ന് ഞങ്ങൾ ഉടുത്തിട്ട് വരാനല്ലേ. നല്ല സാരിയാണ്, നല്ല അടിപൊളി സാരി. സെയിം ലിതിമോളും ഇങ്ങനെ ഒരു സാരി എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ലിതിമോക്ക് എന്തോ കല്യാണോ ഫംഗ്ഷൻ എന്തോ ഉള്ളതെന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്കും ഇത് ഇഷ്ടപ്പെട്ടു. അപ്പം എന്തായാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ അമ്മേ? അപ്പൊ ഹാപ്പി മദേഴ്സ് ഡേ അമ്മ. മദേഴ്സ് ഡേ ഒരു ദിവസം ഓർക്കേണ്ടതല്ല നമ്മുടെ അമ്മമാരെ, നമ്മൾ എന്നും ഓർക്കേണ്ടതാണ്. പക്ഷെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഞങ്ങളെ ഇത്രയൊക്കെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ ഓരോന്നും ചെയ്ത ഞങ്ങൾ 3 പെൺപിള്ളേരെ ഒരുപോലെ സ്നേഹിച്ച് ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയ ഞങ്ങളുടെ മാതാശ്രീക്ക് 1000 ഹൃദയത്തിൽ തട്ടി മദേഴ്സ് ഡേ ആശംസകൾ നേരുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? താങ്ക് യു. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാ എന്തോ ഒന്നോടെ പറ.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ 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 ബൈ. ബൈ.